സ്റ്റൈല് താൻ ഇത് സൂപ്പർ സ്റ്റൈല് താൻ ഇത് സ്റ്റൈല് കേട്ട പറഞ്ഞോ വേറെ വിശേഷം എന്താണ് താൻ ഈ നാട്ടിലൊന്നുമല്ലേ ജീവിക്കണത്? എന്താണ് കാര്യം പറ. നിങ്ങളുടെ തൊട്ട അയൽവക്കത്തെ വീട്ടില് രാധേച്ചില്ലേ? രാധേച്ചിയുടെ മോള് രമണി തൊട്ടപ്പുറത്തെ വീട്ടിലെ ചെക്കനായിട്ട് ഒളിച്ചോടിയത്. എന്ന് ഇന്നലെ വൈകിട്ട്. എന്റെ ചേട്ടൻ കണ്ണ് കാണാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പൊ കാണാൻ പറ്റണ്ടോ? അവര് തമ്മിൽ എന്തോ പ്രേമല്ല ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒളിച്ചോടി പോകേണ്ട വല്ല കാര്യം ഉണ്ട് കേട്ടാ. ഇവളെ കണ്ടില്ല, ഇവളെയൊക്കെ എന്റെ കൈ കിട്ടി കഴിഞ്ഞിട്ട് കൈ കിട്ടിയാൽ എന്തെങ്കിലും പറഞ്ഞു എനിക്ക് ദേഷ്യം രച്ചങ്ങോട്ട് കയറും. ഈ പെണ്ണെന്ന് പറഞ്ഞ സാധനത്തിനായിട്ടില്ല വിശ്വസിക്കാൻ കൊള്ളില്ല. അപ്പൊ ഞാൻ സംശയിച്ചോട്ടെ, ചേട്ടൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വൈഫായിട്ട് ഭയങ്കര ഉടക്കാണ്. അവളങ്ങനെയാണോ? അവള് എനിക്ക് വീട്ടിൽ ചെന്നും വേണ്ടില്ല. അവളുടെ ആ കിളുന്ത് മുഖം, ആ സൗമ്യ മുഖം കാണാൻ വേണ്ടില്ല. പിന്നെ ഞാൻ അങ്ങനെ ലയിച്ചങ്ങോട്ട് പോകും. എന്റെ മനസ്സൊക്കെ ഐസ് കെട്ട പോലെ പോകും. ഞാൻ ഇങ്ങനെ പോകും അവളോട്. അത്രയ്ക്ക് സ്നേഹം, അത്രയ്ക്ക് ഇപ്പൊ ചെയ്തേക്കാം. സ്റ്റൈല് സ്റ്റൈല് താൻ ഇത് സൂപ്പർ സ്റ്റൈല് താൻ. മുടി വെട്ടണോ? ഓ ഇവിടെ ഒരു 5-6 പേര് ഇരിപ്പുണ്ടല്ലോ. ഇവിടെ ഒരാളല്ലേ ഉള്ളു. ചേട്ടാ എനിക്ക് വളരെ അത്യാവശ്യമാണ്, അതുകൊണ്ട് ഒന്ന് വെട്ടിത്താട്ടാ. ചെറുക്ക ഇവരെല്ലാവരും അത്യാവശ്യമായിട്ടിരിക്കണാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ പോകും. 1 മണിക്കൂർ അല്ല, എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ചേട്ടാ ചേട്ടനും വലിയ അത്യാവശ്യമായിട്ടിരിക്കണാണ് ഞങ്ങളിവിടെ. ചേട്ടൻ ചേട്ടാ നോക്കി പോകും. 1 മണിക്കൂർ പോട്ടോ? 1 മണിക്കൂർ അല്ലേ? തരുമല്ലോ. പിന്നെ മുടിവെട്ടാൻ പുറത്ത് ആരും ഇല്ലടാ. ഞാൻ ചുമ്മാ തട്ടിവിട്ടല്ലേ 3-4 പേരുണ്ടെന്ന്. വേറെ സംഭവം നമ്മുടെ ഇവിടെ നമ്മുടെ ഈ ചേട്ടന്റെ ഫ്രണ്ടില് കടയിൽ കൂടെ ബൈക്കിന് പോകണ ഒരുത്തല്ലേ? ഏത്? ആ ഊറ്റാത്തടിക്കാരനാ? ആ പുൽക്കാൻ അടിക്കാരൻ. പുറത്താരോടും പറയണ്ട. ഇന്നലെ വൈകിട്ട് ഞാൻ ദുബാർച്ചേട്ടന്റെ ചായക്കടയിൽ നടക്കാണ്. അല്ല എന്താ കാര്യം? എന്താ തീവ്രവാദികളാണ് ആ ചെക്കൻ. ആര്? ആ ചെക്കൻ. അവനാ? അവനെയൊക്കെ കിട്ടിയാണ്ടില്ല. കിട്ടിയാല് എടാ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടുകയും വേണ്ടില്ല. എന്റെ ശരീരമൊക്കെ പറഞ്ഞങ്ങോട്ട് കയറും. അതല്ലേ? പിന്നെ പൂളി തീർത്താലേ എനിക്ക് അടക്കം വരുള്ളൂ. അപ്പൊ ചേട്ടൻ വീട്ടിൽ ഭാര്യയായിട്ടും ഭയങ്കര ഉടക്കാണ്. അവളായിട്ട് ഞാൻ അങ്ങനെ കാണിക്കൂടാ. എന്റെ ഭാര്യ കൊണ്ട് പറഞ്ഞില്ല, സുന്ദരി, സുമുഖി, സുശീല, ഇതൊക്കെയാണ് എന്റെ ഭാര്യനെ പറ്റി പറയാൻ എനിക്കുള്ളത്. അത് മാത്രമല്ല, ഞാൻ പുറത്ത് ആരുടെങ്കിലും വഴക്കുണ്ടാക്കിയിട്ട് കാറ്റി കയറി വീട്ടൊക്കെ ചെല്ലിയാണ്. എന്റെ ഭാര്യയോട് പോകാൻ കാണാൻ വേണ്ടില്ല. ഒരു പൂച്ചക്കുഞ്ഞായിരുന്നു. അത്ര സ്നേഹം എനിക്ക്. അവളെന്നൊരു വിശ്വസിക്കാൻ കൊള്ളാം. അതാണ് എന്റെ ഭാര്യ. ഷേവിംഗ് ഒക്കെ അവിടെ കിട്ടെ. നീ പറ. ഇതേപോലെ തന്നെ വിവാദം സൃഷ്ടിച്ച മറ്റൊരു കേസാണ് നമ്മുടെ പഞ്ചായത്തില്. സഹദേവ കൈമളുടെ മോള് കുളിച്ചുകൊണ്ടിരുന്ന പുളിച്ചോക്കിയ കേസിലെ പ്രതി ആരാണെന്ന് മനസ്സിലായി? ആരാണ്? പുറത്ത് പറയാൻ നിൽക്കണ്ട, ഞാനാണെന്നും പറയണ്ട. ഇല്ല, നമ്മുടെ സിദ്ധാർത്ഥൻ. ഏത്? തെക്കേ വീട്ടിലെ സിദ്ധാർത്ഥൻ. അവനെയൊക്കെ കിട്ടി കഴിഞ്ഞിട്ടില്ല. വള്ളക്കട്ട പുറത്തിരിക്കുന്നില്ല. അതെ. ചേട്ടാ അപ്പൊ എന്റെ സമയമായ? ഏതാ? ഞാൻ നേരത്തെ വന്നപ്പോ ചേട്ടൻ പറഞ്ഞു 1 മണിക്കൂർ കഴിഞ്ഞ് വരാൻ പറഞ്ഞു. കേടാ ഒരു 3 പേരുണ്ട്. എന്തും ചേട്ടാ, ചേട്ടൻ എനിക്ക് അത്യാവശ്യം ഉണ്ട്, അതുകൊണ്ട് ഒന്ന് വെട്ടിത്താട്ടാ. അങ്ങനെ പറഞ്ഞ എല്ലാവർക്കും ഇല്ല അത്യാവശ്യം. നീ ഒരു കാര്യം ചെയ്തു, നീ ആ സുഗുണന്റെ കടയിൽ പോയിട്ട് ഒരു ചായ കുടിച്ചിട്ട് കിടുവാ. അപ്പത്തിന് ഓക്കെ ആവും. അപ്പൊ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാം. അതെ, 1 മണിക്കൂർ. 1 മണിക്കൂർ. 1 മണിക്കൂർ. ഷേവിംഗ് അവിടെ കിട്ടെ. ഞാൻ പറഞ്ഞതിന്റെ ബാക്കി പറയാം. ചെയ്യാടാ അല്ലിതാരും മെമ്പറാ. എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് വിശേഷം? അങ്ങനെയൊക്കെ പോണു. നീ ഇവിടെ ഇരിക്കണം. എന്താ എനിക്ക് ഇവിടെ ഇരുന്നൂടെ? നിനക്ക് വല്ല പണിക്ക് പോയിക്കൂടെ? ഇത് കേട്ടാത്തൊന്നും ഇങ്ങനെ മലമറിക്കണം. എന്താണ്? നിങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ സമ്മേളനം തുടങ്ങാൻ പോയി. അപ്പൊ ബക്കറ്റ് വരും ഉടനെ ഉണ്ടാകും. പിരിവ് ചോദിച്ചാൽ 10 പൈസ തരില്ല. പിന്നെ ഒന്ന് ഷേവ് ചെയ്യണം. അതിന് മൊത്തം നല്ല ഷേവ് ചെയ്ത് കുട്ടപ്പനാക്കിയാണല്ലോ വെച്ചേക്കണം. ഇനി എന്ത് ഷേവ് ചെയ്യാനാ? മുഖത്ത് ഷേവ് ചെയ്യാൻ അല്ലടോ, പിന്നെ കക്ഷം ഒന്ന് ഷേവ് ചെയ്യണം. എങ്ങനെ? കക്ഷം ഒന്ന് ഷേവ് ചെയ്യണം. കഷ്ടം. കക്ഷമൊക്കെ ചെയ്ത് ഷേവ് ചെയ്ത് തരാം, പക്ഷെ കാശ് കൂടുതലാവും. അതും ഈ കക്ഷം. ബക്കറ്റ് വരുമല്ലേ നടക്കാൻ പോകുന്നത്? കാശിന്റെ കാര്യത്തിൽ അങ്ങോട്ട് പറഞ്ഞു മാറിയിരിക്കണം. അങ്ങോട്ട് ഇരിക്കും. സുഖം, നല്ല വിശേഷം. കൈ കൊണ്ട് പൊക്കി. കൈ പൊക്ക്. എന്താണ് ഇക്കളി ആവുന്ന? കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. കൈ പൊക്ക്. മെമ്പറിന്റെ വേഷം കിട്ടുവാണോ? എന്റെ മെമ്പർ 5 പേര് പുറത്ത് പോണ്ട്. കൈ പൊക്ക്.
കൈ വെക്കുന്നു. എന്റെ മെമ്പറെ കൈയൊന്ന് പൊക്കിക്കൊടു. ഞാനൊന്ന് വടിച്ചോണ്ട് പൊക്കിയിട്ടുണ്ട്. മെമ്പറെ കൈ വെക്കും. ഇവിടെ വാടാ, ഇവിടെ വാ. കൈ വെക്കും, കൈ വെക്കും. പിടിച്ചോ, കയ്യെ പിടിച്ചോ. അയ്യോടാ, കത്തി കക്ഷത്തിലായി പോയല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്റെ മെമ്പറെ കത്തി തന്നിട്ടൊന്ന് എത്തി പോ. എന്താണ്? നേതാവിന്റെ കക്ഷത്തിൽ നിന്ന് കത്തിയെടുക്കാൻ ഒരു ഉഗ്രൻ ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? സുപ്രചേട്ടൻ കണ്ടോ? താടി പഠിക്കണ്ടേ? എന്നെ വണ്ടി രാവിലെ പോകുന്നവർക്ക് താടി പഠിക്കാൻ. ആ ചേട്ടാ എന്റെ ചാൻസ് ആയോ? നീ ആരാ? ഞാൻ നേരത്തെ വന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് വരാൻ പറഞ്ഞില്ലേ? ഷെടാ, ഒരു 2 പേരും കൂടെ ഉണ്ടല്ലോടാ. എന്റെ ചേട്ടൻ എനിക്ക് വളരെ അത്യാവശ്യം ഒന്ന് വട്ടിത്താണത്. ഒരു കാര്യം ചെയ്യും, ലാസ്റ്റ് 1 മണിക്കൂർ കൂടി. ഇനി 1 മണിക്കൂർ? 1 മണിക്കൂർ കഴിച്ചിട്ട് വാ. ഇനി 1 മണിക്കൂർ കഴിഞ്ഞാൽ വെട്ടി തരുവാ? വെട്ടി തരും. ഉറപ്പാണല്ലോ? ഉറപ്പായിട്ടും വെട്ടി തരും. അപ്പൊ കൃത്യം 1 മണിക്കൂർ? കൃത്യം 1 മണിക്കൂർ അല്ലേ? ആ, പോയിക്കോ. സൂപ്പർ പോയിക്കോ. ഓക്കെ. അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു താൻ മിണ്ടരുത്. താൻ പഠിക്കുന്നുണ്ടോ? പഠിച്ചേക്കാം. സുപ്രചേട്ടോ, ചേട്ടന്റെ കടയിലേക്ക് ഒരു തളന്മരം കയറി വന്നേക്കണം. അല്ല, എന്താ കാര്യം? എന്താ? ഒന്ന് ക്ഷൗര്യം ചെയ്യണമായിരുന്നു. അതിന് നിന്റെ ചൗകര്യം ചെയ്യാൻ നിന്റെ മുഖം ഒന്ന് കാണിച്ചേ. ഇത് മനുഷ്യന്റെ മോന്തായിരുന്ന ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേന പറിച്ചിട്ടേക്കണമെന്ന് തോന്നുന്നു. നിനക്ക് എന്താ വേണ്ടത്? മുറി മീശക്കാണെങ്കിൽ 3.50, ഉൾക്കാരാണെങ്കിൽ 16 രൂപ, മുട്ടയടിക്കാൻ 30 രൂപ, വഴുതാര മീശക്കാണെങ്കിൽ 7.50, തലവെട്ടൻ 10 രൂപ. നിനക്ക് ഇതിൽ ഏതാ വേണ്ടത്? എന്റെ തലമുടി വെട്ടിത്തന്നാ മതി. അതിനാണെങ്കിലേ നാളത്തെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വാ. അതെന്താ അങ്ങനെ? എടാ, നിന്റെ ഈ കാടൊന്ന് വെട്ടി തെളിക്കണമെങ്കിൽ ഉണ്ടല്ല, ചുരുങ്ങിയത് ഒരു 2 ദിവസം കൂടി വേണം. ഇന്ന് വെട്ടിക്കോ, നാളെ പോവാലോ. അപ്പൊ അതാണ് കുഴപ്പം. ഏത്? നാളെ ചൊവ്വാഴ്ചയാണ് കടമുടക്കമാണ്. അയ്യോ, അധികാരം കൊടുത്തില്ല. അപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് വാ. പിന്നെ പോലെങ്കിൽ വന്നേ. നീ എന്തിനാ ഈ കാടും വളർത്തിക്ക് നടക്കുന്നത്? വലിയൊരു നേർച്ചയാണിത്. നേർച്ച? എനിക്കിനി ഒരു കൊച്ചുണ്ടായി കഴിഞ്ഞാലേ ഞാൻ ഈ മുടി വെട്ടുള്ളൂ പറഞ്ഞ് കല്യാണത്തിന്റെ അന്ന് രാത്രി തന്നെ ഞാനൊരു തീർത്ഥാടനത്തിന് പോയി. 5 വർഷമായി. ഇന്ന് രാവിലെ തിരിച്ചു വന്ന് നോക്കിയപ്പോഴുണ്ടല്ലോ, വീടിന്റെ മുറ്റത്ത് 2 തക്കിടിമുണ്ടം പോലത്തെ പിള്ളേര് ഇന്ന് കളിക്കണത്. എന്റെ പിള്ളേരാ, എന്നെ പോലെയൊന്നും അല്ലേ ഇരിക്കണത്. അല്ല, തക്കിടിമുണ്ടം പോലത്തെ പിള്ളേര്. എനിക്ക് എന്നെ നാടകമായിട്ട് പാടില്ലായിരുന്നു. ആണോ? അങ്ങനെയാണെങ്കിൽ നിന്റെ മുടി മാത്രം വെട്ടിയാ പോരാ, നിന്റെ കഴുത്തും കൂടി വെട്ടിക്കളയണം. അല്ലേ, ഇവനെ പോലെ അവന്റെ ഭാര്യമാരെ കണ്ടു കഴിഞ്ഞാ പിടിച്ചിട്ട് മുളക് കൂടി അങ്ങ് തേച്ച് പേരണം. പെണ്ണെന്ന് പറഞ്ഞ വൃത്തികെട്ട ചെയ്തോ. അല്ലെ, ചേട്ടന്റെ ഭാര്യ സുശീലയുടെ ചെയ്തെങ്കിൽ ചേട്ടൻ സമ്മതിക്കും. അവളെന്ന് പറഞ്ഞ എന്താണ് അവള്? എന്നെ പഞ്ചാര കട്ടിയല്ലേ അവള്. നീ അവളുടെ മുഖത്ത് നോക്കിണ്ട, എത്രയുള്ള ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ഇരിക്കും കേട്ടാ. അത്രക്ക് സ്നേഹം തോന്നും നമുക്ക്. മറ്റുള്ള ഭാര്യമാരെ പോലെ ഒന്നും അല്ല എന്റെ ഭാര്യ. ഒരാണിന്റെ മുഖത്ത് വരെ അവൾ ഇന്ന് വരെ നോക്കിയിട്ടില്ല. അപ്പൊ ചേട്ടനെന്താണല്ലേ? നിനക്ക് ചെയ്ത് ചേട്ടോ തീരെ വയ്യാണ്ടായി. നീ പിന്നെ വയ്യാണ്ടാവും. കാലത്ത് തുടങ്ങി നീ അലച്ചില് തുടങ്ങിയതല്ലേ? എങ്ങനെയെങ്കിലും ഒന്ന് വെട്ടി താഴേട്ടാ. ഒരു കാര്യം ചെയ്യും, ഇനിയിപ്പോ ഇവരും കൂടെ ഉള്ളു. ഒരു കാര്യമില്ല, നീ കയറുന്നു വെട്ടിത്തരാം. വേണ്ട 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 വന്നിരിക്കേ. വേണ്ട. എന്താ? ഇവരൊക്കെ ഭയങ്കര തിരക്കുള്ള ആൾക്കാരല്ലേ? അവർക്ക് കുഴപ്പമില്ലെന്ന്. അത് എനിക്ക് ഒട്ടും കുഴപ്പമില്ല കേട്ടാ. ആണോ? ഇവരുടെയൊക്കെ വെട്ടി കഴിഞ്ഞിട്ട് പയ്യെ എന്റെ വെട്ടി തന്നാ മതി. പയ്യെ വെട്ടിയാ മതി. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വെച്ചേ മതിയല്ല? 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാ കുഴപ്പമില്ല. ഇവരൊക്കെ ഭയങ്കര തിരക്കല്ലേ? ഞാൻ 1 മണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് രാവിലെ ഇവിടെ കയറി കിടക്കണല്ലോ. എനിക്ക് ചെറിയൊരു സംശയം. എന്താ? ഇനി മുമ്പ് CBI ആണ്. എനിക്കും അങ്ങനെ ഒരു സംശയമുണ്ട്. ആണോ? നീ വല്ല CD ആണെങ്കിലോ? അതാവാനാണ് സാധ്യത മുഴുവൻ. ഒരു കാര്യം ചെയ്യും, നീ എത്രയും പെട്ടെന്ന് പോയി നോക്കിട്ട് വാ. അവൻ എങ്ങോട്ടാ പോണേ, എവിടെന്നാ വന്നെന്നൊക്കെ നോക്കി ഇറങ്ങിട്ട് വാ. ഞാനൊന്ന് തപ്പിട്ട് വന്നാണ്. അപ്പൊ ശരിയാ. അല്ല, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിട്ട് ഇറങ്ങി. അവൻ എവിടെന്നാ വന്നു? അവൻ എവിടെന്നാ വന്നെന്നറിയില്ല, പക്ഷെ അവൻ ഇവിടുന്ന് പോയിട്ട് കേറി പോണ സ്ഥലം ഞാൻ കണ്ടുപിടിച്ചു. എങ്ങോട്ടാ പോണത്? ചേട്ടന്റെ വീട്ടിലേക്ക്. സുശീല